പിന്നെ നമുക്ക് പുതിയൊരു പ്രോഡക്റ്റ് ഓണത്തോടനുബന്ധിച്ച് ഐബലിൽ ലോഞ്ച് ചെയ്തിരിക്കുന്ന പുതിയൊരു പ്രോഡക്റ്റാണ് ഇനി കാണിക്കുന്നത്. ഇതൊരു എയർ ഫ്രയർ ആണ്. അപ്പോൾ നിങ്ങളൊക്കെ എയർ ഫ്രയർ കണ്ടിട്ടുണ്ടായിരിക്കും, പക്ഷേ അതിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആണ് ഈ ഒരു പ്രോഡക്റ്റ്. ഈ ഒരു ഷേപ്പിലുള്ള എയർ ഫ്രയർ അല്ലല്ലോ നമ്മൾ ഇത്രയും നാളും കണ്ടിരിക്കുന്നത്, അത് വേറൊരു സ്ക്വയർ ഷേപ്പിലല്ലേ വരുന്നത്. അപ്പോൾ ഇത് ഐബലിൽ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന എയർ ഫ്രയർ ആണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ വാട്ട്സ് വരുന്ന 1600 വാട്ട്സ് ആണ്. 5 ലിറ്ററാണ് ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത്. ഇതിൻ്റെ ഒരു MRP ഇവർ കൊടുത്തിരിക്കുന്നത് 7790 രൂപയാണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്നുമൊക്കെ നല്ല ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ഇതിൻ്റെ പവർ കോഡ് വരുന്നത് 3 പിൻ കോഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സെറ്റിങ്സ് എല്ലാം ഇവിടെയാണ് ഇതിൻ്റെ സെറ്റിങ്സ് വരുന്നത്. ഇവിടെയാണ് ഇതിൻ്റെ LED ഡിജിറ്റ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ടെമ്പറേച്ചർ കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, സ്റ്റാർട്ട്, റിസർവ്, പിന്നെ നമുക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എല്ലാം നമ്മൾ ഇൻഡക്ഷൻ കുക്കർ യൂസ് ചെയ്യുന്ന പോലെ തന്നെ എല്ലാം ടച്ച് ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. എല്ലാം അവത്തേൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എല്ലാം കറക്റ്റായിട്ട് നോക്കി ചെയ്യാൻ പറ്റും. ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു പാത്രത്തിന് വ്യത്യാസമുണ്ട്. സാധാരണ നമ്മൾ എല്ലാ പ്രോഡക്റ്റും എയർ ഫ്രയർ വന്നിരിക്കുന്ന സ്ക്വയർ ടൈപ്പിലാണ്. പക്ഷേ ഇത് കണ്ടോ, ഇത് നമ്മളൊരു നമ്മൾ കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ചരുവം പോലത്തെ ഒരു പാത്രമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഹാൻഡിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഇറക്കി വെച്ചാൽ മതി. പിന്നെ ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു ബേസാണ്. ഇത് നമ്മൾ എന്തെങ്കിലും ബേക്ക് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഇത് വെച്ചിട്ടാണ് ഇതിൻ്റെ മുകളിലാണ് ബേക്ക് ചെയ്യാനുള്ള പ്രോഡക്റ്റ് വെക്കുന്നത്. അപ്പോൾ സാധാരണ നമുക്ക് ഇതിനകത്തേക്ക് എയർ ഫ്രയർ ചെയ്യേണ്ട സാധനങ്ങളെല്ലാം നമുക്ക് എല്ലാ സാധനങ്ങളും ഇതിനകത്ത് ഉണ്ടാക്കാനായിട്ട് പറ്റും. നിങ്ങൾക്കറിയാലോ, എയർ ഫ്രയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓയിൽ വളരെ കുറച്ച് മതി. ഹെൽത്തി ആയിട്ട് എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫ്രൈ ചെയ്യാനുമൊക്കെ വളരെ നല്ലതാണ്. ഓയിൽ വളരെ കുറച്ച് മതി. അപ്പോൾ ഓയിൽ ഉപയോഗിക്കാൻ പേടിയുള്ളവർക്കൊക്കെ ഇത്തരം എയർ ഫ്രയേഴ്സ് നല്ല യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നമുക്ക് സാധാരണ പോലെ ഓയിൽ, ഒരല്പം ഓയിൽ, 1 സ്പൂൺ ഓയിൽ അല്ലെങ്കിൽ ഓയിൽ വെറുതെ ബ്രഷ് ചെയ്തേച്ച് നമുക്ക് യൂസ് ചെയ്യാം. പ്രോഡക്റ്റ് അതിൽ വെക്കുക. ഇത് നമ്മൾ ഇങ്ങനെ അടയ്ക്കുന്നു. അതിനുശേഷം നമ്മളിവിടെ ടെമ്പറേച്ചറും ടൈമും സെറ്റ് ചെയ്യുക. അത്രയേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ഇൻസ്ട്രക്ഷൻ മാനുവൽ വരുന്നുണ്ട്. 1 ഇയർ വാറണ്ടി ഉള്ള പ്രോഡക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഓപ്പറേഷൻ എങ്ങനെയാണ് നമ്മളിത് കുക്ക് ചെയ്യേണ്ടത്, എങ്ങനെ ടെമ്പറേച്ചർ ക്രമീകരിക്കാം, എല്ലാം നമുക്ക് ഈ ബുക്ക്ലെറ്റിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പുതിയ പ്രോഡക്റ്റ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഷോപ്പിൽ വന്ന് വാങ്ങാം, അല്ലെങ്കിൽ പ്രോഡക്റ്റ് അയച്ചും തരുന്നതായിരിക്കും.